നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. കലയുടെ മാമാങ്കമായ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ആലപ്പുഴയിൽ തുടക്കമായി. പ്രധാന വേദിയായ ലിയോ 13 നിറസദസ്സിനെ സാക്ഷിയാക്കി നാടകത്തോടെയാണ് കലാവിരുന്നിന് തുടക്കം കുറിച്ചത്. പുന്നമട സ്റ്റാർട്ടിംഗ് പോയിന്റിന് സമീപം പുരവഞ്ചി പൂർണ്ണമായി കത്തിനശിച്ചു. സംഭവ സമയം അതിഥികൾ ബോട്ടിലില്ലാതിരുന്നത് വലിയ ദുരന്തം ഒഴിവാക്കാൻ കാരണമായി. SNDP യോഗം അമ്പലപ്പുഴ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ മെറിറ്റ് ഈവനിങ്ങും പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂത്ത് വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സൂചക സമരം സംഘടിപ്പിച്ചു. സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി V. സബിൽരാജ് പ്രതിഷേധ സൂചക സമരം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കോടതി പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയതോടെ പ്രതിസന്ധിയിലായ വ്യാപാരികളുടെ പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 25-ന് പ്രതിഷേധ സമരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. വാർത്തകൾ വിശദമായി. കലയുടെ മാമാങ്കമായ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ആലപ്പുഴയിൽ തുടക്കമായി. പ്രധാന വേദിയായ ലിയോ 13 നിറസദസ്സിനെ സാക്ഷിയാക്കി നാടകത്തോടെയാണ് കലാവിരുന്നിന് തുടക്കമായത്. കുളപ്പുരയുടെ അടുത്ത് നിൽക്കുന്ന പാലമരത്തിൽ ഇവിടുത്തെ വലിയ മുത്തച്ഛന്മാർ കുടിയിരുത്തിയ ഉഗ്രരൂപിണിയായ യക്ഷിയാണ്. ശരിയാണ് മകളെ, ശരിയാണ്. ഒരിക്കൽ വലിയ മുത്തച്ഛന്മാർ ഏതോ ഒരു ദേശത്ത് ഉഗ്രമായൊരു ബാധ ഒഴിപ്പിക്കാൻ പോയി. 5 ദിവസം നീണ്ടു നിൽക്കുന്ന കലയുടെ മാമാങ്കത്തിന് ചരിത്രമുറങ്ങുന്ന ആലപ്പുഴയിൽ തുടക്കമായി. നഗരത്തിലെ 12ഓളം സ്കൂളുകളിലെ വേദികളിലായി നടക്കുന്ന കലോത്സവ മേളയിൽ 6000-ഓളം മത്സരാർത്ഥികളാണ് മാറ്റൊരുക്കുന്നത്. പ്രധാന വേദിയായ ലിയോ 13 HSSലെ 1-ാം വേദിയിൽ തിങ്ങി നിറഞ്ഞ സദസ്സിന് മുൻപിൽ നാടകത്തോടെയാണ് കലോത്സവത്തിലെ മത്സരങ്ങൾ തുടങ്ങിയത്. തുടർന്ന് ക്ലാസ് മുറികളിലായി കഥാരചന, കവിതാരചന, ഉപന്യാസരചനയടക്കം വിവിധ രചനാ മത്സരങ്ങളും മറ്റു വേദികളിലായി നങ്ങ്യാർകൂത്ത്, ചാക്യാർകൂത്ത്, കഥകളി എന്നീ മത്സരങ്ങളും നടന്നു. ചലച്ചിത്ര ഗാനരചയിതാവും കവിയുമായ വയലാർ ശരചന്ദ്രവർമ്മ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പുന്നമട സ്റ്റാർട്ടിംഗ് പോയിന്റിന് സമീപം പുരവഞ്ചി പൂർണ്ണമായി കത്തിനശിച്ചു. സംഭവ സമയം അതിഥികൾ ബോട്ടിലില്ലാതിരുന്നത് വലിയ ദുരന്തം ഒഴിവാക്കാൻ കാരണമായി. ന്യൂസ് സ്റ്റാർ ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. പുന്നമട സ്റ്റാർട്ടിംഗ് പോയിന്റിന് സമീപം പുരവഞ്ചി പൂർണ്ണമായി കത്തി നശിച്ചു. അതിഥികളെയും ജീവനക്കാരെയും കരയ്ക്കെത്തിക്കാൻ സാധിച്ചതിനാൽ വലിയ ദുരന്തം ഒഴിവായി. സ്റ്റാർട്ടിംഗ് പോയിന്റിന് സമീപം തോട്ടാത്തോട് ഭാഗത്താണ് തത്തമ്പള്ളി പാലപ്പറമ്പിൽ ജോസഫ് വർഗീസിന്റെ ഓൾ സീസൺ എന്ന പുരവഞ്ചിക്ക് തീപിടിച്ചത്. അടുക്കളയിലെ ഗ്യാസ് സിലിണ്ടറിലെ വാതക ചോർച്ചയാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഷോർട്ട് സർക്യൂട്ട് സാധ്യതകളും അധികൃതർ പരിശോധിച്ചു വരുന്നുണ്ട്. കരയിൽ നിന്നവരാണ് ബോട്ടിൽ തീ പടരുന്നത് ആദ്യമായി കണ്ടത്. ഉത്തരേന്ത്യക്കാരായ ദമ്പതികളാണ് അപകടത്തിന് തൊട്ട് മുൻപ് വരെ ബോട്ടിലുണ്ടായിരുന്നത്. ഉച്ചഭക്ഷണത്തിനായി ബോട്ട് കരയോട് ചേർത്ത് അടുപ്പിച്ചിരിക്കുകയായിരുന്നു. തീപിടുത്തം ഉണ്ടായതറിഞ്ഞ് അഗ്നിരക്ഷാസേനയും ടൂറിസം പോലീസും നാട്ടുകാരും ചേർന്നാണ് തീ അണച്ചത്. ന്യൂസ് സ്റ്റാർ ന്യൂസ് ആലപ്പുഴ. SNDP യോഗം അമ്പലപ്പുഴ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ മെറിറ്റ് ഈവനിങ്ങും പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. ബഹുമാന്യനായ മന്ത്രി ശ്രീ സജീവ് ചെറിയാൻ SNDP യോഗം അമ്പലപ്പുഴ യൂണിയൻ മെറിറ്റ് ഈവനിങ്ങും വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. തുമ്പോളി ശ്രീനാരായണ ഗുരുമന്ദിര ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വിശ്വാസം ഒരു ലഭിക്കുമ്പോൾ നമുക്കൊരു പരിരക്ഷ തരണ്ടേ, തരാത്തതുണ്ടാ. വിദ്യാഭ്യാസം നീതി തരണ്ടേ, രാഷ്ട്രീയ നീതി തരണ്ടേ, സാമ്പത്തിക നീതി തരണ്ടേ. ഇത് പറയുമ്പോൾ ജാതിയാണ്. ഇതെന്താണ്? പെരുമന്തൻ ഉള്ള മണ്ണിൽ കുഴിച്ചിട്ടുണ്ട് വഴിയെ പോകുന്ന ഉണ്ണിമന്തനായ എന്നെ ജാതി വർഗീയം പറയുന്ന പോലെയാണ് ലീഗിന്റെ. അവരാണ് പേര് കേട്ടാ തന്നെ വലിയ മന്തൻ. ജാതി മാത്രം ഉപ്പനെങ്കിലും അവരുടെ പാർട്ടിയിൽ നിന്ന്
പാഞ്ഞു നിർത്തി മത്സരിപ്പിച്ചിട്ടുണ്ട്. ഒരു രാമന് സംവരണം അവനൊട്ട് ജയിക്കുകയില്ല. സംവരണ സീറ്റ് അതിന് രാമന് നിർത്താതെ മാർഗമില്ല. അതേ കർത്തം അല്ലേ. സംസ്ഥാന ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പ്രതിഭകളെ ആദരിച്ചു. ആലപ്പുഴ MLA PP ചിത്തരഞ്ജൻ റാങ്ക് ജേതാക്കളെയും മെഡിക്കൽ വിഭാഗത്തിനുള്ള ഡോക്ടർ പൽപ്പു മെമ്മോറിയൽ പുരസ്കാരം H. സലാം MLAയും വിതരണം ചെയ്തു. എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ മികവിനുള്ള കുമാരനാശാൻ മെമ്മോറിയൽ പുരസ്കാരം മുൻ MP TJ ആഞ്ചലോസ് വിതരണം ചെയ്തു. SSLC+2 പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റ് CK ഷാജി മോഹൻ, അഡ്വക്കേറ്റ് PK ബിനോയ്, സബിൽ രാജ്, അഡ്വക്കേറ്റ് KR ഭഗീരഥൻ എന്നിവർ ആദരിച്ചു. NK നാരായണൻ വിദ്യാഭ്യാസ ധനസഹായ വിതരണം, രണ്ടാം ഗഡു വിതരണം ഡെപ്യൂട്ടി കളക്ടർ പ്രേംജി, ഡോക്ടർ K വേണുഗോപാൽ, P കൃഷ്ണകുമാർ എന്നിവർ നടത്തി. SNDP യോഗം അമ്പലപ്പുഴ യൂണിയൻ പ്രസിഡന്റ് P ഹരിദാസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി KN പ്രേമാനന്ദൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. യോഗം ബോർഡ് മെമ്പർമാരായ PV സാനു, AK രംഗരാജൻ, KP പരീക്ഷിത്, NK നാരായണൻ, വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർമാൻ K ബാസി, കൺവീനർമാരായ VR വിദ്യാധരൻ, G രാജേഷ്, യൂണിയൻ കൗൺസിലർ M രാജേഷ്, L ഷാജി, G ജമിനി, A അഭിലാഷ്, KM മനോജ്, V രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. യൂണിയൻ ഉപാധ്യക്ഷൻ B രവിനാഥ് ചടങ്ങിന് നന്ദി പ്രകാശിപ്പിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സൂചക സമരം സംഘടിപ്പിച്ചു. സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി V സബിൽ രാജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരത്തിൽ സൂചനാ സമരം സംഘടിപ്പിച്ചു. ജില്ലാ കോടതി പാലത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലം സീറോ ജംഗ്ഷൻ മുതൽ കൈചൂണ്ടിമുക്ക് വരെയുള്ള വ്യാപാരികൾക്ക് വലിയ പ്രതിസന്ധിയാണ് നേരിടേണ്ടി വരുന്നതെന്നും ഇതിന് പരിഹാരം കാണാൻ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധ സൂചക സമരം സംഘടിപ്പിച്ചത്. കേരളത്തിലെ ജനങ്ങൾ, ആലപ്പുഴയിലെ ജനങ്ങൾ അറിയണം, ഉദ്യോഗസ്ഥന്മാർ അറിയണം, ബഹുമാന്യനായ ജില്ലാ കളക്ടർ അറിയണം, ബഹുമാന്യനായ ജില്ലയുടെ പോലീസ് ചീഫ് അറിയണം. കാരണം മാസങ്ങളായി ആലപ്പുഴ ജില്ലാ കോടതി പാലത്തിന്റെ പണി ആരംഭിച്ചു. ഞങ്ങൾ ഇതുപോലെ ഒരു സമരം നോർത്ത് യൂണിറ്റിന്റെ പ്രസിഡന്റ് സുഭാഷിന്റെ നേതൃത്വത്തില് ജില്ലാ കോടതി പാലത്തിന്റെ വടക്കേക്കരയിൽ 2 മാസങ്ങൾക്ക് മുമ്പ് നടത്തുകയുണ്ടായി. ഞങ്ങൾ എന്താണ് ആവശ്യപ്പെട്ടത്? ഞങ്ങൾക്ക് സഞ്ചാരം വേണം. ജനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഈ രാജ്യത്ത്. നമുക്ക് സ്വാതന്ത്ര്യം ഇന്ത്യക്ക് നേടിത്തന്ന അന്നു മുതൽ സഞ്ചാര സ്വാതന്ത്ര്യം ജനങ്ങളുടെ മൗലികമായ അവകാശമാണ്. കൈചൂണ്ടിമുക്കിൽ നിന്നും ആരംഭിച്ച സമരം സീറോ ജംഗ്ഷന് സമീപം സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടറി V സബിൽ രാജ് ഉദ്ഘാടനം ചെയ്തു. സമിതി യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് പ്രവീൺ രാമഭദ്രൻ അധ്യക്ഷത വഹിച്ചു. വർക്കിംഗ് പ്രസിഡന്റ് അജ്മൽ ഷാജഹാൻ, ജനറൽ സെക്രട്ടറി BC ബിനിൽ, ട്രഷറർ സബിൽ പാടത്ര, സുധീർ നാലുകെട്ട്, ജീവൻ ജോ, ആഷിഖ് ഹബീബ്, KS മുഹമ്മദ് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ജില്ലാ കോടതി പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയതോടെ പ്രതിസന്ധിയിലായ വ്യാപാരികളുടെ പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 25-ന് പ്രതിഷേധ സമരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. കഴിഞ്ഞ ഒരു 3 മാസക്കാലങ്ങൾക്ക് മുമ്പ് ഈ ജില്ലാ കോടതി പാലം പൊളിച്ചതിന് ശേഷം അത് അടിയന്തരമായി നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്കും അതുപോലെ തന്നെ വ്യാപാരികൾക്കും സുഗമമായി യാത്ര ചെയ്യാനും കച്ചവടം ചെയ്യാനും വേണ്ടിയിട്ട് വളരെ ശക്തമായൊരു സമരപരിപാടി ജില്ലാ കോടതി പാലത്തിൻ്റെ തെക്കേക്കര ഈ കരയിൽ വെച്ച് നടത്തുകയും അന്ന് നമ്മൾ അധികാരികളുമായിട്ട് സംസാരിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ഉറപ്പ്, എത്രയും വേഗം ഒരു ബദൽ സംവിധാനം ഈ 2 കരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിലയിൽ എത്രയും വേഗം ഒരു സംവിധാനം ഉണ്ടാക്കി തരാമെന്ന് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കേരള വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന സെക്രട്ടറി V സബിൽ രാജിന്റെ ജില്ലാ കോടതി പാലത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലം സീറോ ജംഗ്ഷൻ മുതൽ കൈചൂണ്ടിമുക്ക് വരെയുള്ള വ്യാപാരികൾക്ക് വലിയ പ്രതിസന്ധിയാണ് നേരിടേണ്ടി വരുന്നതെന്നും ഇതിന് പരിഹാരം കാണാൻ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 25-ന് ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെ കടകളടച്ച് പ്രതിഷേധ സമരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. KSRTC ബസ് സ്റ്റേഷന് സമീപം നടത്തുന്ന പ്രതിഷേധ സമരം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടറി V സബിൽ രാജ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സമിതി യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് പ്രവീണും ജില്ലാ കോർഡിനേറ്റർ സുനീർ ഇസ്മായിലും അറിയിച്ചു.
സുധീർ നാലുകെട്ട്, ജീവൻ ജോ, ആഷിഖ് ഹബീബ് എന്നിവരും ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ സദേൺ കേരള മദ്രസ അധ്യാപക സമ്മേളനം ഈ മാസം 25-ന് നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. സദേൺ കേരള മദ്രസാധ്യാപക സമ്മേളനം നവംബർ 25-ന് ചൊവ്വാഴ്ച ആലപ്പുഴ മുതൽ തിരുവനന്തപുരം വരെയുള്ള 6 ജില്ലകളിലെ മദ്രസകളുടെ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിനും പാഠന രംഗത്തെ അതിനൂതന ശൈലി അധ്യാപകർക്കിടയിൽ കാര്യക്ഷമമാക്കുന്നതിനും വേണ്ടി സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കമ്മിറ്റിക്ക് കീഴിൽ രൂപീകൃതമായതാണ് സദേൺ കേരള കമ്മിറ്റി. സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ SJM സദേൺ കേരള കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സദേൺ കേരള മദ്രസ അധ്യാപക സമ്മേളനം ഈ മാസം 25-ന് ആലപ്പുഴയിൽ നടക്കുമെന്ന് സംഘാടക സമിതി ചെയർമാൻ PMSA ആറ്റക്കോയ തങ്ങൾ, ജനറൽ കൺവീനർ AK അബ്ദുൽ കബീർ അൻവരി, ഫിനാൻസ് സെക്രട്ടറി സുബൈർ ഹാഷിമി എന്നിവർ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആലപ്പുഴ മുതൽ തിരുവനന്തപുരം വരെയുള്ള 6 ജില്ലകളിലെ മദ്രസകളുടെ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിനും പഠനരംഗത്തെ അതിനൂതന ശൈലി അധ്യാപകർക്കിടയിൽ കാര്യക്ഷമമാക്കുന്നതിനും വേണ്ടി സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കമ്മിറ്റിക്ക് കീഴിൽ രൂപീകൃതമായതാണ് സദേൺ കേരള കമ്മിറ്റി. ഈ മാസം 25-ന് രാവിലെ 9 മുതൽ ആലപ്പുഴ ജാമിയ ഹാഷിമിയ ക്യാമ്പസിലെ കട്ടിപ്പാറ ഉസ്താദ് നഗറിൽ നടക്കുന്ന സമ്മേളനം സമസ്ത കേന്ദ്ര മുഷാവറ മെമ്പർ ത്വാഹ മുസ്ലിയാർ കായംകുളം ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ സയ്യിദ് PMSA ആറ്റക്കോയ തങ്ങൾ പതാക ഉയർത്തുന്നതോടെയാണ് സമ്മേളനത്തിന് തുടക്കമാകുന്നത്. സയ്യിദ് ഹാമിദ് ബാഫക്കി തങ്ങൾ മക്കാം സിയാറത്തിന് നേതൃത്വം നൽകും. ഉദ്ഘാടന യോഗത്തിൽ സയ്യിദ് PMSA ആറ്റക്കോയ തങ്ങൾ അധ്യക്ഷത വഹിക്കും. AK അബ്ദുൽ കബീർ അൻവരി സ്വാഗതം പറയും. വിവിധ സുന്നി സംഘടനാ ഭാരവാഹികൾ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിക്കും. അധ്യാപനം സേവനമാണെന്ന വിഷയത്തിൽ SJM സ്റ്റേറ്റ് സെക്രട്ടറി സുലൈമാൻ സക്കാഫി കുഞ്ഞുകുളം പ്രമേയാവതരണം നടത്തും. SJM വൈസ് പ്രസിഡന്റ് KPH തങ്ങൾ കാവനൂർ, അബ്ദുൽ കരീം സക്കാഫി ഇടുക്കി എന്നിവർ വിവിധ വിഷയങ്ങളെ അധികരിച്ച് സംസാരിക്കും. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം 2:30-ന് നടക്കുന്ന സമാപന സംഗമത്തിൽ സംസ്ഥാന ഉപാധ്യക്ഷൻ നുജുമുദ്ദീൻ അമാനി കൊല്ലം അധ്യക്ഷത വഹിക്കും. സദേൺ കേരള ജനറൽ കൺവീനർ അബ്ദുൾ റഷീദ് മുസ്ലിയാർ മുണ്ടക്കയം സ്വാഗതം പറയും. സംസ്ഥാന സെക്രട്ടറി ഉമർ മദനി പാലക്കാട് ആമുഖ പ്രഭാഷണം നടത്തും. PK മുഹമ്മദ് ബാദിഷാ സക്കാഫി ചന്ദരൂർ സംഗമം ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ മുഹമ്മദ് കുഞ്ഞ് സക്കാഫി കൊല്ലം പ്രഭാഷണം നടത്തും. സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് അലി ബാഫക്കി തങ്ങൾ സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കലയുടെ മാമാങ്കമായ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ആലപ്പുഴയിൽ തുടക്കമായി. പ്രധാന വേദിയായ ലിയോ 13-ൽ നിറസദസ്സിനെ സാക്ഷിയാക്കി നാടകത്തോടെയാണ് കലാവിരുന്നിന് തുടക്കം കുറിച്ചത്. പുന്നമട സ്റ്റാർട്ടിംഗ് പോയിന്റിന് സമീപം പുരവഞ്ചി പൂർണ്ണമായി കത്തിനശിച്ചു. സംഭവ സമയം അതിഥികൾ ബോട്ടിലില്ലാതിരുന്നത് വലിയ ദുരന്തം ഒഴിവാക്കാൻ കാരണമായി. SNDP യോഗം അമ്പലപ്പുഴ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ മെറിറ്റ് ഈവനിങ്ങും പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂത്ത് വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സൂചക സമരം സംഘടിപ്പിച്ചു. സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി V സബിൽ രാജ് പ്രതിഷേധ സൂചക സമരം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കോടതി പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയതോടെ പ്രതിസന്ധിയിലായ വ്യാപാരികളുടെ പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 25-ന് പ്രതിഷേധ സമരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.